Hi, I am Rogis Jose, Managing Director of Alpha Academy and Genius Integrated School, Alappuzha. 2024 academic year, കേരളത്തിൽ മെഡിക്കൽ എഞ്ചിനീയറിംഗ് ബി.ഫാം ഫാർമസി സെക്ടറിൽ അഡ്മിഷൻ ലഭിക്കാനുള്ള ഏറ്റവും പ്രാധാന്യമുള്ള സയൻസ് സ്ട്രീം പഠിച്ച വിദ്യാർത്ഥികളുടെ എൻട്രൻസ് എക്സാമിനേഷനും ആ എൻട്രൻസ് കമ്മീഷനുടെ ആപ്ലിക്കേഷൻ സബ്മിഷൻ പ്രോസസ്സിങ്ങും കീം 2024 ആപ്ലിക്കേഷൻ സബ്മിഷൻ ഏപ്രിൽ 19 ഈവനിങ് 5 o'clock വരെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കും. കീമിന് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതിലൂടെ കേരളം മുഴുവൻ മെഡിക്കൽ നമുക്കറിയാം, മെഡിക്കലിന് നീറ്റ് എക്സാമിനേഷനാണ് എഴുതേണ്ടത്. പക്ഷേ കേരളത്തിൽ MBBS BDS ഉൾപ്പെടെ ഹോമിയോ, ആയുർവേദം, വെറ്റിനറി, അഗ്രികൾച്ചർ, ഫിഷറീസ്, ഫോറസ്ട്രി ഉൾപ്പെടെയുള്ള മുഴുവൻ കോഴ്സുകൾക്കും അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ കീമിൽ മെഡിക്കലിന് നാം ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാവണം. ഇതിനോടൊപ്പം കേരളത്തിൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്ക് കേരളത്തിൽ 150-ലധികം എഞ്ചിനീയറിംഗ് കോളേജസ് ഉണ്ട്. അത് ഗവൺമെൻറ് സെക്ടർ ആവട്ടെ, ഗവൺമെൻറ് കൺട്രോൾഡ് കോളേജുകളാവട്ടെ, സെൽഫ് ഫിനാൻസിങ് സെക്ടർ ആവട്ടെ, ഈ മുഴുവൻ സെക്ടറിലെയും എഞ്ചിനീയറിംഗ് കോളേജുകളിൽ അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ നാം എഴുതേണ്ട എൻട്രൻസ് എക്സാമിനേഷനാണ് കീം എക്സാമിനേഷൻ. അപ്പോൾ മെഡിക്കൽ സെക്ഷൻ ആണെങ്കിൽ എക്സാമിനേഷൻ എഴുതണ്ട, നീറ്റിന് എക്സാമിനേഷൻ എഴുതിയിട്ട് കീമിന് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്താൽ മതി. പക്ഷേ എഞ്ചിനീയറിംഗ് സെക്ടറിൽ ഒരു അഡ്മിഷൻ ലഭിക്കണമെന്നുണ്ടെങ്കിൽ കീമിൻ്റെ എൻട്രൻസ് എക്സാമിനേഷൻ നാം അറ്റൻഡ് ചെയ്യണം. ആ കീമിന് എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ സബ്മിഷൻ. ഇതിനോടൊപ്പം കീമിൻ്റെ എക്സാമിനേഷൻ എന്ന് പറയുന്നത് പഠിക്കേണ്ട 3 സബ്ജക്ട്സ് ആണ്: ഫിസിക്സും, കെമിസ്ട്രിയും, മാത്സും. ഈ 3 സബ്ജക്ട്സിൻ്റെ കീം എക്സാമിനേഷൻ 150 ക്വസ്റ്റ്യൻസിൻ്റെ എക്സാമിനേഷൻ, അതിൽ ഫിസിക്സും കെമിസ്ട്രിയും എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യുന്നതിലൂടെ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ കിട്ടുന്ന മറ്റൊരു കോഴ്സാണ് ബി.ഫാം എന്ന് പറയുന്നത്, ബാച്ചിലർ ഓഫ് ഫാർമസി. ഈ കോഴ്സിലേക്ക് ഒരു അഡ്മിഷൻ ലഭിക്കാൻ വിദ്യാർത്ഥികൾ കീമിന് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുകയും എഞ്ചിനീയറിംഗിൻ്റെ ഈ 3 സബ്ജക്റ്റിൻ്റെ എക്സാമിനേഷനിൽ ഫിസിക്സ്, കെമിസ്ട്രി മാത്രമുള്ള എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്ത് അതിലെ റാങ്കിനെ ബേസ് ചെയ്തിട്ടാണ് ബി.ഫാമിന് അഡ്മിഷൻ ലഭിക്കുക. ഇതിനോടൊപ്പം കേരളത്തിൽ ആർക്കിടെക്റ്റ് കോഴ്സിന് അഡ്മിഷൻ ലഭിക്കാനും കീമിന് ആപ്ലിക്കേഷൻ കൊടുക്കണം. അതായത് കീമിന് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതിലൂടെ കേരളത്തിലെ 4 സെക്ടറിലേക്കാണ് വിദ്യാർത്ഥികൾക്ക് സിംഗിൾ വിൻഡോയിലൂടെ അഡ്മിഷൻ ലഭിക്കുന്നത്. ഫസ്റ്റ് വൺ മെഡിക്കൽ എക്സാമിനേഷൻ എഴുതേണ്ട, ആപ്ലിക്കേഷൻ കൊടുത്താൽ മതി. രണ്ടാമത്തത് എഞ്ചിനീയറിംഗ് എക്സാമിനേഷൻ കീമിൻ്റെ എഴുതണം. മൂന്നാമത്തത് ബി.ഫാം സെക്ഷൻ, അതിനും എക്സാം എഴുതണം. എഞ്ചിനീയറിംഗിൻ്റെ തന്നെ 2 പേപ്പറിൻ്റെ എക്സാമിനേഷൻ മാത്രം എഴുതുക. നാലാമത്തത് ആർക്കിടെക്റ്റ് കോഴ്സിലേക്ക്, അതിന് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക. ബട്ട് എഴുതേണ്ട എക്സാമിനേഷൻ നാറ്റ എക്സാമിനേഷനാണ്. ഈ 4 സെക്ടറിലേക്ക് ഒരു അഡ്മിഷൻ ലഭിക്കാനുള്ള കീമിൻ്റെ കേരള എൻട്രൻസ് കമ്മീഷനുടെ അഡ്മിഷൻ പ്രൊസീജിയറിലുള്ള ആപ്ലിക്കേഷൻ സബ്മിഷനാണ് ഏപ്രിൽ 19 വരെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ +2 കഴിഞ്ഞ വിദ്യാർത്ഥികളാവട്ടെ, +2 കഴിഞ്ഞതിന് ശേഷം റിപ്പീറ്റ് ചെയ്ത് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളാവട്ടെ, മെഡിക്കലിന് ഞാൻ നീറ്റിന് ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്, എനിക്ക് കീം ഞാൻ എഴുതുന്നില്ല എന്ന് വിചാരിച്ച് തെറ്റിദ്ധാരണയോടെ ഇരിക്കുന്ന വിദ്യാർത്ഥികളാവട്ടെ, എല്ലാവരും തന്നെ നിർബന്ധമായും കീമിന് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക. ഇതിനോടൊപ്പം എല്ലാ വിദ്യാർത്ഥികളും പേരൻസും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മെഡിക്കൽ സെക്ടറിലും എഞ്ചിനീയറിംഗ് സെക്ടറിലും ഒരു മാനേജ്മെൻറ്റ് സീറ്റ് അല്ലെങ്കിൽ ഡൊണേഷൻ എന്നൊരു അഡ്മിഷൻ പ്രൊസീജിയർ കേരളത്തിൽ നിന്ന് മാത്രമല്ല ഇന്ത്യയിൽ ഒരിടത്തുമില്ല. നമുക്ക് അഡ്മിഷൻ ലഭിക്കേണ്ടതെല്ലാം എൻട്രൻസ് എക്സാമിനേഷൻ ത്രൂ, ആപ്ലിക്കേഷൻ സബ്മിഷൻ ത്രൂ, ഓൺലൈൻ അഡ്മിഷൻ പ്രൊസീജിയർ ത്രൂ ആണ്. അല്ലാതെ ഒരു ഏജൻറ്റ് വഴിയും ഒരു അഡ്മിഷനുള്ള എൻട്രി പാറ്റേൺ ഇന്ത്യയിൽ ഒരു സ്റ്റേറ്റിലുമില്ല. അതുകൊണ്ട് തന്നെ ട്രാപ്പുകളിൽ പെടാതെ കൃത്യമായി എൻട്രൻസ് കമ്മീഷർക്ക് ആപ്ലിക്കേഷൻ കൊടുത്ത് സ്റ്റേറ്റ് വൈസ് അഡ്മിഷൻ പ്രൊസീജിയറിൽ കൃത്യമായിട്ട് പങ്കെടുത്തുകൊണ്ട്, എൻട്രൻസ് എക്സാമിനേഷൻ ഉള്ള പാറ്റേൺ ആണെങ്കിൽ അതിൽ കൃത്യമായി പങ്കെടുത്തുകൊണ്ട് വിദ്യാർത്ഥികൾ അഡ്മിഷൻ പ്രൊസീജിയറിലൂടെ ഒരു ക്യാമ്പസിലേക്ക്, കോഴ്സിലേക്ക് എത്തിച്ചേരാൻ എല്ലാവരും ശ്രദ്ധിക്കുക. ഇതിനോടൊപ്പം ഈ പരീക്ഷ ഏതുമാവട്ടെ, അത് മെഡിക്കൽ ആവട്ടെ, എഞ്ചിനീയറിംഗ് ആവട്ടെ, ഏതുമാവട്ടെ, ഇതിനെല്ലാം പഠിക്കേണ്ടത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി 4 സബ്ജക്റ്റുകൾ. എഞ്ചിനീയറിംഗിന് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സും, മെഡിക്കലിന് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയും. ഈ 3 സബ്ജക്റ്റുകൾ നന്നായി പഠിക്കുന്നതിലൂടെയാണ് ഈ എല്ലാ പരീക്ഷകളും നാം എഴുതേണ്ടത്. ഈ പഠിക്കേണ്ട ടെക്സ്റ്റ് ബുക്ക് NCERTയുടെ 11th 12th പോർഷൻസ് മാത്രം. അപ്പോൾ 10th കഴിയുന്ന ഒരു വിദ്യാർത്ഥി എൻട്രൻസ് ടാർഗറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, 42-ലധികം എൻട്രൻസുകൾ ടാർഗറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഈ +1 +2ൻ്റെ സമയത്ത് ഈ സബ്ജക്റ്റുകൾ നന്നായി എൻട്രൻസിനെ ഒരുക്കുന്ന ഇൻ്റഗ്രേറ്റഡ് സ്കൂളിംഗ് സിസ്റ്റത്തിൻ്റെ പാർട്ടായി പഠിക്കുക. അവിടെയാണ് ആൽഫ അക്കാഡമി വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും മികച്ച ക്യാമ്പസായ ആൽഫ ജീനിയസ്
ഇൻ്റഗ്രേറ്റഡ് സ്കൂൾ കുട്ടികൾക്കായി പ്രൊവൈഡ് ചെയ്യുന്നത്. ഏറ്റവും നല്ല പേഴ്സണൽ അറ്റൻഷനോടെ സ്ട്രെസ് ഫ്രീ ആയി എൻട്രൻസിനും സ്കൂളിങ്ങും പഠിക്കാനുള്ള ആൽഫയുടെ ഏറ്റവും മികച്ച ക്യാമ്പസ്. ഇതിനോടൊപ്പം +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് റിപ്പീറ്റർ ബാച്ചോ ലോങ് ടൈം കോച്ചിങ്ങോ ഏതുമാവട്ടെ, നമ്മൾ പഠിക്കേണ്ട NCERT ടെക്സ്റ്റ് ബുക്ക് തിയറി നന്നായിട്ട് കവർ ചെയ്ത്, ഓബ്ജക്റ്റീവ് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത്, മോഡൽ എക്സാമിനേഷൻസ് കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്ത്, ടീച്ചേഴ്സിൻ്റെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സിൻ്റെ കെയറിങ്ങോടുകൂടി നന്നായി പ്രിപ്പയർ ചെയ്ത് ഈ എക്സാമിനേഷനിൽ വിജയിക്കാൻ, പഠിച്ച് വിജയത്തിലേക്ക് മുന്നേറാൻ നിങ്ങൾ കൃത്യമായി ലക്ഷ്യത്തോടുകൂടി മുന്നോട്ട് പോവുക. ഈ സമയങ്ങളിലൊക്കെ ആപ്ലിക്കേഷൻ സമയത്താവട്ടെ, എക്സാമിനേഷൻ സമയത്താവട്ടെ, പഠന സമയത്താവട്ടെ, കോഴ്സുകളിലൂടെ നിങ്ങളെ വിജയിപ്പിക്കാൻ, ഡയറക്ഷനിലൂടെ നിങ്ങളെ വിജയിപ്പിക്കാൻ ആൽഫ അക്കാഡമി നിങ്ങളോടൊപ്പം കൂടെയുണ്ട്. ഓരോ കാര്യങ്ങളിലും എന്ത് സംശയങ്ങൾ പേരൻസിനും വിദ്യാർത്ഥികൾക്ക് വന്നാലും ആൽഫയുടെ ക്യാമ്പസിലേക്ക് നേരിട്ട് വരാം, വിളിക്കാം. നിങ്ങളോടൊപ്പം ആൽഫ അക്കാഡമി കൂടെയുണ്ടെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് പുതിയ ഒരു കോഴ്സും എൻട്രൻസ് എക്സാമിനേഷനും അപ്ഡേറ്റ്സുമായി നമുക്ക് വീണ്ടും കാണാം. ബെസ്റ്റ് വിഷസ്.